വിവോയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണാണ് വിവോ X200 FE. അപ്പോൾ ഇത് ഒരു കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണ്. ഇത് 50,000 രൂപയുടെ മേലെ വരുന്ന ഒരു ഡിവൈസ് ആണ്. ഇതിന്റെ വളരെ ക്വിക്കായ ഒരു റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതിന്റെ നല്ല കാര്യങ്ങൾ ആദ്യം തന്നെ പറയാം. വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണ്. കാരണം ഇൻ ഹാൻഡ് ഫീൽ വളരെ നല്ലതാണ്. സ്ലൈറ്റ്ലി ലെസ് ദാൻ 8mm ആണ് തിക്നെസ്. നല്ലൊരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. പ്രീമിയം മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ആൻഡ് മെറ്റൽ ബോഡിയാണ്. അതേപോലെ ഷോർട്ട് സെൻസേഷൻ അപ്പ് ഗ്ലാസ് ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വളരെ നല്ല ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി അടുത്ത ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ വളരെ നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റും അതേപോലെ ടച്ച് റെസ്പോൺസ് ആണ് നല്ലതാണ്. നല്ല ബ്രൈറ്റ് കളേഴ്സ് ആണ്. ഒരു ബ്രില്യൻ ഡിസ്പ്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ സെഗ്മെന്റിൽ കിട്ടാവുന്ന ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കോംപ്രമൈസസ് ഒന്നും തന്നെ ഇല്ല. മൂന്നാമത്തത് സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫൺ ടച്ച് OS വളരെ സ്മൂത്ത് ആണ്. ലാഗോ ഇഷ്യൂസ് ഒന്നുമില്ല. എന്നാൽ അത്രയ്ക്ക് ഒരു പോളിഷ്ഡ് ആയ ഒരു UI അല്ല ഫൺ ടച്ച് OS. ഫോർ എക്സാമ്പിൾ വോക്സിയൻ OS അല്ലെങ്കിൽ One UI ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടെ താഴെ നിൽക്കുന്ന ഒരു UI എന്ന് പറയാം. എന്നാൽ ഇതിനകത്ത് ബഗ്സോ ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല, ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു UI എക്സ്പീരിയൻസ് ഉണ്ട്. 4 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 6 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും കിട്ടുന്നുണ്ട്. പിന്നെ നാലാമത്തത് അടിപൊളി പെർഫോമൻസ് ആണ്. Dimensity 9300+, വളരെ നല്ല ആന്റിറ്റ്യൂഡ് സ്കോറാണ് ഇതിനകത്ത് വരുന്നത്. അതിനൊപ്പം തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിലും കുഴപ്പമില്ല. എന്നാൽ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലൊന്ന് ഹീറ്റ് ആവുന്നുണ്ട്. അത് വലിയൊരു ഇഷ്യൂ ഒന്നുമല്ല, എന്നാൽ അത് റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ UFS 3.1 ഉള്ളൂ എന്നുള്ളതാണ് ഒരു പോരായ്മ എന്ന് പറയാവുന്നത്. ക്വാളിറ്റിയും സിഗ്നൽ സ്ട്രെങ്ത്തും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും സ്റ്റീരിയോ സ്പീക്കേഴ്സും എല്ലാം തന്നെ അടിപൊളിയാണ്. പിന്നെ IP69 IP68 റേറ്റിംഗും ഇൻക്ലൂഡഡ് ആണ്. ഇനി ക്യാമറയിലോട്ട് വരുമ്പോൾ സൂപ്പർ ക്യാമറ എക്സ്പീരിയൻസ്. സൈസ് പവർഡ് ക്യാമറയാണ്. നല്ല ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പും പിന്നെ ഒരു അൾട്രാ വൈഡും ആണ്. നല്ല അടിപൊളി ക്ലാരിറ്റിയാണ് ഇതിനകത്ത് വരുന്നത്. സൈസിന്റെ ഒപ്റ്റിക്സും എല്ലാം തന്നെ അടിപൊളിയാണ്. പക്ഷേ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വളരെ ആവറേജ് എന്ന് പറയും. അതിൽ അത്രയ്ക്ക് ഒരു എക്സ്പെക്ടേഷൻ വെക്കേണ്ട. സെൽഫി ക്യാമറ 50 MP സെൽഫി ക്യാമറയും നല്ലതാണ്. നല്ല സെൽഫീസ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഒരു പോരായ്മ എന്താ വെച്ചാൽ 4K 60 FPS സെൽഫി മോഡിൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഇല്ല എന്നുള്ളതാണ്. അതൊരു വലിയ പോരായ്മ. കാരണം ഒരുപാട് പേര് വ്ളോഗിങ്ങിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് സ്റ്റെബിലൈസേഷൻ ഇല്ല 4K 60 FPS എന്നുള്ള ഒരു പോരായ്മയായിട്ട് പറയാം. പിന്നെ 6500 mAh ബാറ്ററി, അടിപൊളി ബാറ്ററി പെർഫോമൻസ് ആണ്. 90 watt ചാർജിങ് കൊണ്ട് ഒരു 8-9 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം നമുക്ക് ഈസിലി കിട്ടും ഒരു നോർമൽ യൂസർക്ക്. അത് നല്ലൊരു പെർഫോമൻസ് ആണ്. കാരണം ഇതൊരു ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറി ഡിവൈസിന് ഇതിന് നല്ലൊരു ബാറ്ററി ലൈഫാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു വളരെ ക്വിക്കായ റിവ്യൂ വിവോ X200 FE. നല്ല കാര്യങ്ങൾ പറയാം. ഡിസൈൻ, ബിൽഡ് ക്വാളിറ്റി, ഡിസ്പ്ലേ, ഡീസൻറ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, നല്ല പെർഫോമൻസ്, നല്ല ബാറ്ററി ലൈഫ്. എന്നാൽ പോരായ്മകൾ എന്തൊക്കെയാണ്? ഇതിനകത്ത് USB 3.2 ഇല്ല, USB 2.0 ആണ് USB പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ UFS 3.1 ഉള്ളൂ, 4.0 ഇല്ല. പിന്നെ സെൽഫി ക്യാമറയിലാണെങ്കിൽ 4K 60 FPS ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പോരായ്മ. അപ്പോൾ നല്ലൊരു പാക്കേജാന്ന് പറയാം. അപ്പം 50,000 രൂപയ്ക്കാണ് ഇത് ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് കിട്ടുന്നത്. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.